ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് PSC 10th പ്രിലിംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വരുന്നത് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യ വിളകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത് നെല്ല്, മരച്ചീനി, പയർവർഗ്ഗങ്ങളാണ്. കേരളത്തിലെ ആകെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നത് നാണ്യവിളകളാണ്. നാണ്യവിളകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കശുമാവ്, റബ്ബർ, കുരുമുളക്, തെങ്ങ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എന്താണ്? നാണ്യവിളകളാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നാണ്യവിളകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? തെങ്ങാണ് കേട്ടോ. തെങ്ങ്. നാളികേരത്തിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി കേരഗ്രാമം. അപ്പം നമുക്ക് തെങ്ങിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നാളികേരത്തിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി കേരഗ്രാമം. കേരളത്തിലെ പ്രധാന ഭക്ഷ്യവിള എന്ന് പറയുന്നത് നെല്ലാണ്. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2. കേരളത്തിലെ നാളികേര ഗവേഷണ കേന്ദ്രം വരുന്നത് എവിടെയാണ്? കട്ടച്ചാൽക്കുഴി ബാലരാമപുരത്താണ് കേരളത്തിലെ നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം, തെറ്റിപ്പോയത്, നാളികേര ഗവേഷണ കേന്ദ്രം വേറെ, തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പീലിക്കോടാണ് കേട്ടോ. കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പീലിക്കോടാണ്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക വൃക്ഷം അല്ലെങ്കിൽ കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത് തെങ്ങാണ്. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം വരുന്നത് കോക്കസ് ന്യൂസിഫറ. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം വരുന്നത് കോക്കസ് ന്യൂസിഫറ. നാളികേര വർഷം ഏതാണെന്ന് ചോദിക്കാം. 2008 ആണ് നാളികേര വർഷം. നാളികേര വികസന ബോർഡ് എവിടെയാണെന്ന് ചോദിച്ചാൽ ജില്ല ചോദിച്ചാൽ എറണാകുളം പറയുക, അല്ലെങ്കിൽ കൊച്ചി എന്നും പഠിച്ചു വെക്കുക. ഓക്കെ, കേരാഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. നാളികേര ജൈവ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറ്റിയാടിയാണ് കേട്ടോ. നാളികേര ജൈവ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് കുറ്റിയാടി. തെങ്ങിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതാ? മണ്ടരി ഒരു വൈറസ് രോഗമാണ്. പിന്നെ കൂമ്പുചീയൽ ഒരു ഫംഗസ് രോഗമാണ്. പിന്നെ കാറ്റുവീഴ്ച, പിന്നെ മഞ്ഞളിപ്പ് നൈട്രജന്റെ അഭാവം മൂലമൊക്കെ ഉണ്ടാവുന്നതാണ്. തെങ്ങിനൊരു മഞ്ഞളിപ്പ് വരാന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് തെങ്ങിനെ ബാധിക്കുന്ന രോഗങ്ങൾ. അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് കേരളത്തിലെ പ്രധാന ഭക്ഷ്യവിള എന്ന് നമ്മൾ പറഞ്ഞിരുന്നു നെല്ലാണ് കേട്ടോ. അപ്പൊ നെല്ലിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. നെല്ലിന്റെ ശാസ്ത്രീയ നാമം വരുന്നത് ഒറൈസ സെറ്റേവയാണ്. നെല്ലിന്റെ എല്ലാത്തിന്റെ ശാസ്ത്രീയ നാമങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് നെല്ല്. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? നെല്ലാണ്. വേദങ്ങളിൽ വ്രീഹി എന്നറിയപ്പെടുന്നതും ആരാണ്? നെല്ലാണ് കേട്ടോ. ഋഗ്വേദ കാലഘട്ടത്തിൽ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നെല്ല്, ബാർലി, ഗോതമ്പ്. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ എന്തൊക്കെയാ? മങ്കൊമ്പ്, കായംകുളം. അതൊക്കെ എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. പിന്നെ വൈറ്റിലയിലുണ്ട്, അത് എറണാകുളം ജില്ല. പിന്നെ പട്ടാമ്പി, പാലക്കാട് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ? സ്ഥലങ്ങളും അതിന്റെ ജില്ലകളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, കേരളത്തിന്റെ നെല്ലറ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? കുട്ടനാടാണ്. അപ്പൊ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരും, തിരുവിതാംകൂറിന്റെ നെല്ലറ, അത് നാഞ്ചിനാടാണ് കേട്ടോ. കേരളത്തിന്റെ നെല്ലറ വരുന്നത് കുട്ടനാടാണ്. അതുപോലെ തന്നെ എന്താണ്? തിരുവിതാംകൂറിന്റെ നെല്ലറ എന്ന് പറയുന്നത് ഏതാണ്? നാഞ്ചിനാടാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വരുന്നത് പാലക്കാടാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വരുന്നത് പാലക്കാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്ന ജില്ല ഏത് തന്നെയാണ്? പാലക്കാട് തന്നെയാണ്. അപ്പൊ പാലക്കാടിനെ പറ്റി 2 ചോദ്യമായി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. നെല്ലിന്റെ പിറന്നാൾ വരുന്നത് കന്നിമാസത്തിലെ മകം നക്ഷത്രത്തിലാണ്. നെല്ലിന്റെ പിറന്നാൾ വരുന്നത് കന്നിമാസത്തിലെ മകം നക്ഷത്രം. അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് അമോണിയ വലിച്ചെടുക്കുന്ന വിള ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? നെല്ലാണ് കേട്ടോ. അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് അമോണിയ വലിച്ചെടുക്കുന്ന വിള ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത് നെല്ലാണ്.
നെല്ലിനെ ബാധിക്കുന്ന രോഗം പാഡി ബ്ലൈറ്റ് രോഗമാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ നെൽവിത്തിലെ റാണി എന്നറിയപ്പെടുന്നത് ബസുമതിയാണ് എന്ത് നെൽവിത്തിലെ റാണി. ഔഷധ ഗുണമുള്ള നെല്ല് ഞവരയാണ് കേട്ടോ. ഔഷധ ഗുണമുള്ള നെല്ല് ഞവര. നെല്ലിൻ്റെ ജന്മദേശം വരുന്നത് ആഫ്രിക്കയാണ്. നെല്ലിന് ഒറൈസോൺ എന്ന പേര് നൽകിയത് അരിസ്റ്റോട്ടിൽ ആണ്. നെല്ലിന് ഒറൈസോൺ എന്ന പേര് നൽകിയത് അരിസ്റ്റോട്ടിൽ ആണ് കേട്ടോ. ഓക്കെ. നെല്ലിൻ്റെ ക്രോമസോം സംഖ്യ വരുന്നത് 24. നെല്ലിൻ്റെ ക്രോമസോം സംഖ്യ വരുന്നത് എത്രയാണ്? 24. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര നെല്ല് വർഷമായി ആചരിച്ചത് 2004 നമ്മൾ തെങ്ങിൻ്റെ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോരുത്. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര നെല്ല് വർഷമായി ആചരിച്ചത് 2004. ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഏഷ്യയിലാണ് കേട്ടോ. ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. ഓക്കെ. അടുത്തത് നെല്ലുൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയാണ്. നെല്ലുൽപാദനത്തിൽ 2-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ ആദ്യം എവിടെയാണ്? ചൈനയാണ്. 2-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. നെല്ല് ഉൽപാദനത്തിൽ 3-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്തോനേഷ്യയാണ് കേട്ടോ. ലോകത്തെ ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. അരി കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയാണ്. അരി ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ് കേട്ടോ. ലോകത്തെ ഏറ്റവും കൂടുതൽ അരി ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ്, അറിഞ്ഞിരിക്കുക. നെൽകൃഷിയിൽ 2-ാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ല. അപ്പോൾ ആദ്യത്തെ ജില്ല നമ്മൾ പറഞ്ഞിരുന്നു പാലക്കാട്. 2-ാമത്തെ ജില്ല വരുന്നത് ആലപ്പുഴയാണ്. അരിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പോഷകം അത് അറിഞ്ഞിരിക്കണം. ഏതാണ്? അന്നജം. 80% എന്താണ്? അന്നജമാണ് അടങ്ങിയിരിക്കുന്നത്. അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ നമ്മൾ ഓൾറെഡി വൈറ്റമിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താണ്? തയാമിൻ. അതായത് വൈറ്റമിൻ B1 കേട്ടോ. തയാമിൻ ആണ് കേട്ടോ. കേരളത്തിലെ നെല്ലുവയൽ തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11 പി വത്സലയുടെ ആദ്യ നോവൽ എന്ന് പറയുന്നത് എന്താണ്? നെല്ലാണ്. പി വത്സലയുടെ ആദ്യ നോവലിൻ്റെ പേരെന്താണ്? നെല്ലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നെല്ലിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ടോപ്പിക്കിൽ പ്രധാനമായിട്ടും തെങ്ങിനെ പറ്റിയിട്ടും നെല്ലിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കത് അടുത്ത പാർട്ടായിട്ട് ഇടാം കേട്ടോ. ഓക്കെ. താങ്ക് യു.